ചേച്ചി. അത് ധരിച്ചിട്ട് ഏട്ടന്റെ മുന്നിൽ കൂടി നടന്നു പോണം. എന്നിട്ട് ഏട്ടൻ എന്നെ പുകഴ്ത്തില്ലെന്നുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് ഞാൻ. നീ എന്ത് ചെയ്യും? ഞാൻ ആരാണെന്ന് ഏട്ടത്തെ കാണിച്ചു കൊടുക്കും. എന്റെ വില മനസ്സിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടും. പിന്നെ ഈ കാര്യത്തില് ഒരു ദാക്ഷിണ്യം കാണിക്കില്ല ഞാൻ. ഒരു ദാക്ഷിണ്യം കാണിക്കരുത് വസു. എന്ത് വന്നാലും ശരി, നിന്റെ കൂടെ ഞാനുണ്ടാവും. താങ്ക്സ് ചേച്ചി. ഇനിയിപ്പോ ആ സാരി എവിടെന്നാ വാങ്ങുന്നേ? കടയിൽ പോയി നോക്കാന്നേ. അതിനുള്ള സമയം ഇല്ലല്ലോ ചേച്ചി. ഇനിയിപ്പോ കടയിലൊക്കെ കയറാൻ എനിക്ക് ക്ഷമയില്ല. അങ്ങനെയാണെങ്കിൽ ഓൺലൈനിൽ നോക്ക്. യെസ്, ഗുഡ് ഐഡിയ ചേച്ചി. ഇത് മതി. ചേച്ചി എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇന്നലെ പോലെ ചേച്ചിക്ക് ഐഡിയകൾ വരുന്നേ. നോക്ക്. യെസ്, സാരി കിട്ടി ചേച്ചി. എന്തിനാ ലേറ്റ് ആക്കുന്ന? ഓർഡർ ചെയ്യ്. നാളെ തന്നെ സാരി വീട്ടിലെത്തും. ഓർഡർ ചെയ്തു ചേച്ചി. ആണോ? സത്യമാണോ? നിന്റെ മഹാഭാഗ്യം. കൺഗ്രാറ്റ്സ്. എന്നെ പറ്റി എന്തിനാ ചോദിക്കുന്നേ? പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. അതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പ്രണയിച്ച് കല്യാണം കഴിച്ചതൊക്കെ സത്യമാണ്, പക്ഷെ നരകത്തില വന്നു പെട്ടെ. നീ എന്താടി പറയുന്നേ? ഞാൻ പിന്നീട് വിളിച്ചോളാം. വയ്ക്കട്ടെ. ഞാൻ പറഞ്ഞത് സത്യമാണ് അഖിൽ. ഈ വീട് നിനക്ക് നരകമാണെന്നാണോ? ഇല്ല അഖിൽ, സ്വർഗം പോലെയുണ്ട്. എങ്ങോട്ട് നോക്കിയാലും സുഖവും സന്തോഷവും നിറഞ്ഞൊഴുകുക. ഇത്രയ്ക്ക് സന്തോഷം എനിക്ക് താങ്ങാനേ പറ്റുന്നില്ല. എന്തു പറ്റി? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? 10 ദിവസം മുൻപ് എന്റെ ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞു. ആ പയ്യന്റെ കുടുംബവും ജോയിന്റ് ഫാമിലി തന്നെയാ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്കകം അവൻ ഒറ്റയ്ക്കിറങ്ങി സ്വന്തമായിട്ട് ബിസിനസ്സും തുടങ്ങി. ഇവിടെയുണ്ട് കുറച്ചുപേര്. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഓരോ കാര്യത്തിനും വീട്ടിലെ മുതിർന്നവരെ ആശ്രയിക്കേണ്ട അവസ്ഥയാ. എല്ലാവരുടെ മുമ്പിൽ കൈ നീട്ടണം. ആരുടെ മുന്നിലാണ് നീ കൈ നീട്ടിയത്? നിനക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കാതെ കിട്ടുന്നില്ലേ? നിനക്ക് എന്താണ് ഇവിടെ ഒരു കുറവ്? ചോദിക്കാതെ ആരാണ് തരുന്നത്? നിങ്ങളുടെ ചേട്ടനല്ലേ. സ്വന്തമായി സമ്പാദിച്ച് എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? അതിന് എന്റെ ഏട്ടന് അന്യനൊന്നും അല്ല. എന്റെ കൂടെപ്പിറപ്പിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നതിന് എന്താ ഇപ്പൊ കുഴപ്പം? എങ്ങനെയാ അഖിൽ നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നേ? വിദ്യാഭ്യാസവും ഉണ്ട്, വിവാഹവും കഴിഞ്ഞു. സ്വന്തമായിട്ട് സമ്പാദിക്കാൻ പറഞ്ഞാ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഇവള് പറയുന്നതിലും ഒരു ന്യായമൊക്കെ ഇല്ലേടാ. തന്റെ ഭർത്താവ് സമ്പാദിക്കണമെന്ന് എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കില്ലേ? ഇളയമ എന്തിനാ ഇവളെ വെറുതെ സപ്പോർട്ട് ചെയ്യുന്നേ? ഇതൊരു കൂട്ടുകുടുംബോ, ബിസിനസ്സും അതുപോലൊക്കെ തന്നെ. ഇളയമേ, ഏട്ടൻ നടത്തുന്ന ഓരോ ഇവന്റിനും ഞാനും തുല്യ പങ്കാളി തന്നെയാ. ഞാൻ വെറുതെ നിൽക്കൊന്നല്ലോ. അതുപോലെ ഏട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് തരുകയും ചെയ്യും. പിന്നെ എന്താ പ്രോബ്ലം? അഖിൽ, എന്തു പറ്റി? ഒന്നുമില്ല ഏട്ടാ. എന്റെ ഭർത്താവ് എന്ത് ജോലിയാ ചെയ്യുന്ന ഏട്ടാ? അവന് ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കേട്ടല്ലോ, നീ ഒരു ജോലിയും ചെയ്യുന്നില്ലെന്ന് നിന്റെ ഭാസ്കരേട്ടൻ തന്നെ പറഞ്ഞു. ഏട്ടൻ അങ്ങനെ പറഞ്ഞതല്ല കാർത്തിക. അഖില് ജോലിക്ക് പോകേണ്ട ആവശ്യം എന്താന്നാണ് ചോദിച്ചത്. ഓ, പിന്നെ ഭാസ്കരേട്ടൻ എന്തിനാ ജോലി ചെയ്യുന്നേ? എല്ലാവരെക്കാളും ഞാനാണ് ഈ വീട്ടിലെ മുതിർന്നയാള്. ഞാൻ ജോലി ചെയ്യുന്നാൽ എങ്ങനെ? ഏട്ടനായാലും അനിയനായാലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണ്ടേ ഭാസ്കർ മോനെ? അഖിലിന് ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. കുറച്ചു നാളത്തേക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ടിരിക്കാനാ അഭി പറഞ്ഞത്. കുറച്ചു നാളെന്ന് വെച്ചാ ഇനി എത്ര നാളുകൂടി? ഒരു ജോലിയും ചെയ്യാതെ എത്ര നാൾ അഖിൽ വെറുതെ ഇരിക്കും? ഇത്രയും നാൾ അഭിയായിരുന്നു എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. കുറച്ചു നാളായിട്ട് ഞാനും അവനെ സഹായിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ചെയ്യുന്നത് ഫാമിലി ബിസിനസ്സാണ്. അതിലെല്ലാവർക്കും പങ്കുണ്ട്. ആരും കൂടുതലും ഇല്ല, ആരും കുറവുമില്ല.
ഇവനെന്തെങ്കിലും പൈസ വേണമെങ്കിൽ നിങ്ങളോടല്ലേ ചോദിക്കേണ്ടത്? ഇതിലിപ്പോ എന്ത് തെറ്റാ ഉള്ളത്? എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഞാൻ അബിയോട് ചോദിക്കും. അവരോടും ഇവരോടും ചോദിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് എന്താണ് ഏട്ടാ? ഞങ്ങൾക്ക് സ്വന്തം സമ്പാദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ? എന്തിനാ നീ സ്വന്തം സമ്പാദ്യം എന്നൊക്കെ പറയുന്നത്? എന്റെ ഭർത്താവിനോട് സ്വന്തമായിട്ട് സമ്പാദിക്കാനാ ഞാൻ പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാർത്തികയുടെ സുഹൃത്ത് കല്യാണം കഴിച്ചിട്ട് കൂട്ടുകുടുംബത്തിൽ നിന്ന് പുറത്തു വന്ന് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടാ ഭാസ്കറെ. അതേപോലെ അഖിലിനോടും വേറൊരു ബിസിനസ് ചെയ്യുന്ന കാര്യാ പറയുന്നേ. എന്റെ മോമും ഡാഡിയും ആദ്യമേ ബിസിനസ് ചെയ്യാൻ പറഞ്ഞതാ. പുറത്തുപോയി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് പൈസ സമ്പാദിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ സമ്പാദ്യം ഞങ്ങളുടെ കയ്യിലിരുന്നേനെ. ഇനി ഒരു തവണ കൂടി നീ ഇങ്ങനെ പറഞ്ഞ കഴുത്ത് നിച്ച് കൊന്നോളെ ഞാൻ. ഈ വീട് വിട്ടു പോകുന്ന നീ എന്തിനാടി പറഞ്ഞേ? ഇവിടുന്ന് മാറി താമസിച്ചാലല്ലേ നമ്മുടെ വില നമുക്ക് അറിയാൻ പറ്റൂ. സ്വന്തമായിട്ട് സമ്പാദിച്ച് ജീവിച്ചാലേ നമുക്ക് നമ്മളെ മനസ്സിലാകൂ. അങ്ങനെയൊന്നും പറയരുത് മോളെ. ഞങ്ങൾ സഹോദരന്മാരും 3 പേരും എപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കണമെന്ന് അച്ഛന്റെ അമ്മയുടെ ആഗ്രഹമാണ്. പിരിഞ്ഞു പോണമെന്നുള്ള തീരുമാനം സ്വപ്നത്തിൽ പോലും ഉണ്ടാവരുത്. കൂട്ടുകുടുംബത്തിൽ കിട്ടുന്ന സന്തോഷം ഒറ്റയ്ക്ക് പോയാൽ കിട്ടില്ല കാർത്തിക. അതുകൊണ്ടാ മുതിർന്നവർ പറയുന്നത് ഒരുമിച്ച് ജീവിച്ചാൽ ഒരുപാട് നന്മയുണ്ടാവുമെന്ന്. ഇനി ഒരിക്കലും പിരിഞ്ഞു പോവാന്ന് പറയരുത്. അപ്പോ എല്ലാ കാലവും നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടി ജീവിക്കണമെന്നാണോ? ഞങ്ങൾക്ക് എന്താവശ്യം വന്നാലും നിങ്ങളുടെ മുമ്പിൽ പിച്ചെടുക്കണോ? എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് ചെയ്യേണ്ടത് നിങ്ങളുടെ അവകാശമാണ്. ഭിക്ഷ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കത് ചോദിച്ചു വാങ്ങാം. ആരാ തരില്ലെന്ന് പറഞ്ഞത്? അലമാരയുടെ ചാവി ചോദിച്ചാ അമ്മ തരാതിരിക്കുവോ? ഇതൊന്നും നടക്കില്ല ഏട്ടാ. എനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അഖിൽ സ്വയം സമ്പാദിച്ച് വാങ്ങിത്തന്നാ അത് വാങ്ങിച്ചോളാം ഞാൻ. എന്നാ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടൂ. ഏട്ടൻ നടത്തുന്ന ഈവന്റില് ഞാനും ജോലി ചെയ്യുന്നുണ്ട്. അതല്ലാതെ വേറെ ഒരു ജോലി ഞാൻ ചെയ്യില്ല. മാത്രമല്ല ഒറ്റയ്ക്ക് ബിസിനസ്സും ചെയ്യാൻ പോകുന്നില്ല. ഈ വീട് വിട്ടു പോകണമെന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക്. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇക്കരെ നിന്ന് അക്കരെ പച്ചാന്ന് പറയില്ലേ മോളെ? ദൂരെ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് തോന്നും. ഒറ്റയ്ക്ക് പോയി ജീവിക്കണം, ഒറ്റയ്ക്ക് പോയി ബിസിനസ് ചെയ്യണമെന്നൊക്കെ ഉള്ള ആലോചന നിനക്ക് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല മോളെ. എന്നാ അതൊരു ശരിയായ തീരുമാനമല്ല. ഇത്രയും നല്ലൊരു കുടുംബത്തോടൊപ്പം നിൽക്കുന്നത് വേറെ, ഒറ്റയ്ക്ക് ജീവിക്കുന്നത് വേറെ കാർത്തിക. സുഖദുഃഖങ്ങളെ ഒരുമിച്ച് പങ്കിടണം, ഒരുമിച്ച് ജീവിക്കണം. പിരിഞ്ഞ് താമസിക്കണം എന്നുള്ള കാര്യം നീ ഞങ്ങളോട് പറഞ്ഞു, അച്ഛനും അമ്മയോടും എല്ലാവരും എനിക്ക് ബുദ്ധി ഉപദേശിക്കും, എന്നാ ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല. കാർത്തികേ, അതിന് ഞാനിവിടെ ഉണ്ടല്ലോ. ഇപ്പൊ എന്ത് വേണം? നിനക്കും അഖിലിനും ഈ വീട് വിട്ട് പുറത്തു പോയി സ്വന്തം ബിസിനസ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. നിന്റെ ആഗ്രഹം നിറവേറ്റേണ്ട ഉത്തരവാദിത്വം എന്റേതാ. അത് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം എല്ലാം. അപ്പോ എന്നെ അഖിലിനെയും പുറത്തേക്ക് അയച്ച് സ്വന്തമായ ബിസിനസ് തുടങ്ങാൻ സമ്മതിപ്പിക്കുവോ?
ഉറപ്പായും ചെയ്യും. ഈ വീട് കുട്ടിച്ചോറാക്കും ഞാൻ. എനിക്ക് രണ്ടാം കല്യാണം നടത്തിത്തരാത്ത വീട്ടുകാരെ കണ്ണീര് കുടിപ്പിക്കും ഞാൻ. ഗുഡ് മോർണിംഗ് ഏട്ടാ. രാവിലെ എഴുന്നേറ്റോടെ പറഞ്ഞാണല്ലോ. ഒന്നുകൂടി പറഞ്ഞാൽ എന്താ തെറ്റ്? എന്താ ഇത്, എന്നെ നോക്കുന്ന പോലും ഇല്ലല്ലോ. ഏട്ടാ എന്താ എപ്പോ നോക്കിയാലും ഫോണിൽ തന്നെ അല്ലേ? മെസ്സേജസ് മെയിലും ചെക്ക് ചെയ്തോണ്ടിരിക്കുക. എന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നേ. അതിന് താ പറയുന്നത് ഞാൻ കേൾക്കുമല്ലേ. മുഖത്ത് നോക്കി സംസാരിക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. അല്ല, ഞാൻ കാണുന്നുണ്ടല്ലോ. കോഫി കൊണ്ടുവരണോ ടീ കൊണ്ടുവരണോ? ഓൾറെഡി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതിങ്ങ് എടുത്താൽ മതി. എടുത്തോ. കഴിക്കാൻ എന്താ വേണ്ടത്? കുളി കഴിഞ്ഞ് വന്നിട്ട് പറയാം. എന്താ ഇത്? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ മുതലേ ശ്രദ്ധിക്കുക, എന്നെ ഒന്ന് നോക്കുന്ന പോലും ഇല്ല. മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നതാണോ അതോ ശരിക്കും മെയിൽ ചെക്ക് ചെയ്യുന്നതാണോ? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ കേട്ടുകൊണ്ട് നിക്കാം. ഞാനെന്താ പറയണ്ടേ? എന്നെ നോക്കിയിട്ട് പറഞ്ഞൂടെ? എന്താ പറയണ്ടേ? എന്തെന്ന് വെച്ചാ അത് ഏത് ഏട്ടനൊന്നും കണ്ടില്ലേ? എന്ത് കാണാനാ? ഏട്ടന്റെ കണ്ണിലൊന്നും കാണുന്നില്ലേ? എല്ലാം പഴയതുപോലെ തന്നെ ആണല്ലോ. അല്ല, പുതുതായിട്ട് എന്താ ഉള്ളത്? ഏട്ടന്റെ കണ്ണിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എക്സ്ക്യൂസ് മീ, ആർ യു ഓക്കേ? തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? നോക്കിയാലല്ലേ വല്ല കുഴപ്പമുണ്ടോ ഇല്ലെന്ന് അറിയൂ. അല്ല, തനിക്കിപ്പോ എന്താ പറ്റിയേ? ഏട്ടന് എന്താ പറ്റിയേ? എനിക്കെന്ത് പറ്റാനാ?
ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇന്നലത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ ഏട്ടൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഞാൻ ഇന്നു. അല്ല, ഇന്നലത്തെ സ്വഭാവം അല്ല ഏട്ടൻ ഇപ്പൊ കാണിക്കുന്നത്. സോറി, താൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മേ, ഉണ്ണിയെങ്കിലും എന്റെ സാരി കണ്ടിട്ട് പറയണം. ഗുഡ് മോർണിംഗ് അച്ഛാ. വെരി ഗുഡ് മോർണിംഗ് ഉണ്ണി. മോർണിംഗ് അമ്മേ. ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നേ? രാവിലെ എപ്പോഴും ഗുഡ് മോർണിംഗ് അല്ലേ അമ്മേ പറയാറ്? വേറെ ഒന്നും നിനക്ക് പറയാൻ തോന്നുന്നില്ല എന്നോട്? എന്താ അമ്മേ പറയേണ്ടത്? നന്നായിട്ട് നോക്കിട്ട് പറ. എന്ത് നോക്കിട്ട് പറയാന്? നീ ഹോംവർക്ക് ചെയ്തായിരുന്നോ? ഹോളിഡേയ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അമ്മേ. പിന്നെ ഞാൻ ചെയ്തോളാം. പിന്നെ എന്തിനാടാ ഇന്നലെ അത്രയ്ക്ക് അത്യാവശ്യപ്പെട്ട് സ്റ്റേഷനറി എല്ലാം വാങ്ങിപ്പിച്ചേ? വാങ്ങിയാലിപ്പോ എന്താ പ്രശ്നം? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. പല്ല് തേച്ചായിരുന്നു ഉണ്ണി സാറ്? തേക്കണം. ചെന്ന് തേക്ക്. ആദ്യം അമ്മ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്ക്. അതിനുശേഷം ഞാൻ പല്ല് തേക്കാം. കഴിക്കും, നന്നായിട്ട് ആഹാരം കഴിക്കും. നിനക്ക് അത് തന്നെയല്ലേ പണി. ഇവിടെ ഒരാളാണെങ്കിൽ എപ്പോ നോക്കിയാലും ഫോണില്, നീയാണെങ്കിൽ പല്ലും തേച്ച് ഫുൾ ടൈം തീറ്റി. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ പണിയൊന്നും ഇല്ലല്ലോ. വസുന്ധര, എന്താ തന്റെ ഇപ്പോഴത്തെ പ്രശ്നം? എന്റെ പ്രശ്നം കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ, പക്ഷെ എന്നിട്ട് ഒന്നും പറയാതിരിക്കുന്നതോ? പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം പറയാനറിയാം. എന്തെല്ലാം പറയും? ആ അമ്മ, എനിക്ക് ഓർമ്മ വന്നു. അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്. അയ്യോ, ഇവന് മനസ്സിലായെന്ന് തോന്നുന്നു. പറയൂ നീ. ഇന്ന് എനിക്ക് സേമിയ പൈസ ഉണ്ടാക്കി തരണം. അതിന്റെ കൂടെ ബോളി അമ്മ എനിക്ക് ഉണ്ടാക്കി തരണം. സേമിയ പായസം വേണോ അല്ലേടാ? അതിന്റെ കൂടെ ഞാൻ ബോളി ഉണ്ടാക്കി തരണോ അല്ലേ? ചെയ്തു തരാം, ഇപ്പൊ ചെയ്തു തരാമേ. അതിനാണല്ലോ ഞാൻ ഇവിടെ ഉള്ളത്. എനിക്ക് റൊട്ടി ചമ്മന്തി ഉണ്ടാക്കി തരണേ. ഈ ഫോൺ എടുത്ത് റോഡിലേക്ക് എറിഞ്ഞ് അതിന് ചമ്മന്തി ആക്കണം. അല്ല, എന്താ പറഞ്ഞേ? റൊട്ടിയും ചമ്മന്തി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞില്ലേ? റൊട്ടി ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി തരാം. അമ്മേ, അതിന്റെ കൂടെ എനിക്കൊരു വടയും കൂടി ഉണ്ടാക്കി തരുമോ? ഉണ്ടാക്കി തരാടാ. വടയും പായസം ഒക്കെ ഉണ്ടാക്കി തരാം. വയറ് നിറച്ച് കഴിക്കേട്ടോ. നന്നായിട്ട് കഴിച്ചിട്ട് നീ പോയി കൂർക്കം വലിച്ച് ഉറങ്ങിക്കോ. അതല്ലാതെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ നിങ്ങക്ക്. താങ്ക് യു അമ്മേ. ഞാൻ പോയി വേഗം ഫ്രഷ് ആയിട്ട് വരാവേ. ഏട്ടാ, എത്ര നേരം ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്നെ? ഏട്ടനും പോയി ഫ്രഷ് ആയിട്ട് വാ. ജസ്റ്റ് എ മിനിറ്റ്. ഈ ഫോണിന്റെ ചാർജ് ഒന്നും തീരില്ലേ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ബാറ്ററിയുടെ ചാർജ് തീരണം. ആരുടെ ബാറ്ററി? ഡൊണാൾഡ് ട്രംപിനെയാ പറഞ്ഞേ. പ്രസിഡന്റ് പദവി കൈവിട്ടു പോയില്ലേ? ജോലിയൊന്നുമില്ലാതെ ഫോൺ നോക്കിയിരിക്കുന്ന കാര്യ പറഞ്ഞേ. അദ്ദേഹത്തിന്റെ ഭാര്യ ഫോൺ ചെയ്ത് കംപ്ലൈന്റ് പറഞ്ഞു. എന്താണോ എന്തോ. I will come back. Yeah, sure. കണ്ണും പൂട്ടിയിരുന്നു നെഞ്ചിൽ കാതിൽ മെല്ലെ ചൊല്ലാനുള്ളിൽ പോരാമോ നീ പൂവാകെ. കണ്ണും പൂട്ടിയിരുന്നു
വസുവും കാർത്തികയൊക്കെ എവിടെ? ഞാനൊരു സാരി എടുത്തു കഴിഞ്ഞാൽ അച്ഛനും മോനും തിരിഞ്ഞു നോക്കില്ല. അച്ഛനും മോനും നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം നോക്കും. ദേ വസു വരുന്നുണ്ടല്ലോ അമ്മേ. നിന്റെ സാരി വളരെ നന്നായിട്ടുണ്ടല്ലോ.